വില്ലനായിട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഞാനെന്നും വേറെ സംഭവം ഈ വില്ലനത്തിന്റെ പ്രധാന സംഭവം അറിയോ, സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മളെ അംഗീകരിക്കുന്നില്ല, ഡയറക്ടർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫ്രെയിമിന് വേണ്ടിയിട്ടും ഹീറോയിസം വളർത്താൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് ഹീറോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന്റെ കൂട്ടത്തിലുള്ള ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരാളും നമ്മളെ സപ്പോർട്ട് തെറി പറയാൻ കിട്ടുന്ന അവസരം എല്ലാം ഉപയോഗിക്കും. എന്താ മാത്രം പറയാമോ അത്രയോ മാത്രം പറയും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ഇടി കൊള്ളാനായിട്ട് രണ്ടു പേരെയും ഏതെങ്കിലും ഒരു കാറിനകത്ത് ചിലപ്പോൾ ഞങ്ങൾ 1-2-3 പേരൊക്കെ കയറ്റി വിടും. രാജൻ ബിദേവ് രക്ഷപ്പെട്ടു എന്നുവെച്ചാൽ പ്രായം വളരെ കുറവാണെങ്കിലും രായം വലിയൊരു സ്റ്റൈലിൽ എടാ എന്നൊക്കെ പറഞ്ഞിട്ട് രായം പ്രായമുള്ള ആളെന്നുള്ള ലൈനിൽ വിട്ടുപോകും. ഞങ്ങളെ പിടിച്ച് ഇടുകയും ചെയ്യും, ഇടി കൊള്ളാൻ ഞങ്ങൾ വരാം. അത് പോട്ടെ, ഇവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ പെർഫോം ചെയ്ത് മാത്രമാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതി ഉണ്ടാക്കിയെടുക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ അല്ലണ ഇവിടെ ഇത് ഇങ്ങനെ പറയണം, എടാ അത് പറഞ്ഞില്ലെങ്കിൽ മറ്റേ ആൾ പറയുന്നതിന് അർത്ഥമില്ലാതായും. അതാണ് പറയുന്നത്, അല്ല നമ്മൾ പറയുന്നതിന് അർത്ഥം. സായി പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. കാരണം ഞാൻ സായിയുടെ പല പടങ്ങളും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സായികുമാർ പ്രസന്റ് ചെയ്യുന്ന ചില സംഭവങ്ങൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ സായി പ്രസന്റ് ചെയ്യുന്ന ഡയലോഗ്സ് അത് വേണ്ട, അതായത് ഓപ്പോസിറ്റ് സൈഡ് വീക്കാണെന്ന് തോന്നിയിട്ട് ഡയറക്ടേഴ്സ് പറയാറുണ്ട്. അതല്ല എനിക്കിതല്ല വേണ്ടത്, ഹീറോയിസത്തിന് പൊക്കാണ്. അങ്ങനെ ചെയ്യാറുണ്ട്, എല്ലാവരും അല്ല, പല ആൾക്കാരും ചെയ്യാറുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സായി പറഞ്ഞു തന്നെയാണ്, അതായത് ഈ റൈറ്ററുടെയോ സംവിധായകന്റെയോ സപ്പോർട്ട് ഇല്ലാത്ത ഒരു ക്യാരക്ടർ വില്ലൻ കഥാപാത്രമാണ്. കാരണം നമ്മൾ നമ്മുടേതായ നമ്പേഴ്സ് ഉണ്ടാക്കി അതായത് ഇപ്പൊ വില്ലൻ കഥാപാത്രം ചെയ്യുമ്പോ ഹീറോയ്ക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞു തരില്ല നമ്മൾ എന്ത് ചെയ്യണം. നമ്മളിപ്പോ സായി പറഞ്ഞു തരാത്ത എന്താ അറിയോ, പറഞ്ഞു തരണ്ടാത്തോണ്ടാണല്ലോ നമ്മളെ ഇടുന്നത്. മനസ്സിലായില്ലേ? അല്ലാത്തവരെ ആണെങ്കിൽ ഇവര് ഇടുവോ? ഇപ്പൊ നമ്മളൊരു ഡേറ്റ് ദേവന്റെ അല്ല രഘുട്ടന്റെ ഡേറ്റിന്റെ ഒരു സംഭവം ഉണ്ട്. അതിങ്ങനെ അത് അവര് ചെയ്താലേ സിക്കുള്ളൂ, അവര് ചെയ്താലേ നിൽക്കുള്ളൂ എന്ന് അവര് ബോധവരാ. അത് വേണമല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരാത്തത്. പറഞ്ഞു തന്നാൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്.